മറ്റു വായ്പകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ഭവന വായ്പയുടെ തിരിച്ചടവ് പൊതുവെ ദീർഘമായ കാലയളവിലേക്കാണ് നിശ്ചയിക്കാറുള്ളത്. മിക്കവരും 20 മുതൽ 30 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കാലയളവുകളിലേക്കായിരിക്കും ഹോം ലോൺ എടുത്തിട്ടുണ്ടാവുക. ഈ ദൈർഘ്യമേറിയ കാലയളവ് കാരണം വായ്പയുടെ തിരിച്ചടവിലും ചില അനിശ്ചിതത്വങ്ങൾ നേരിടാം. കാരണം 20 അല്ലെങ്കിൽ 30 വർഷം എന്നത് ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാനും സാമ്പത്തികമായ ഉയർച്ചകളും താഴ്ചകളും നേരിടാവുന്ന വളരെ വലിയൊരു കാലയളവാണ്. നിലവിലെ വരുമാനവും തിരിച്ചടവ് ശേഷിയുമൊക്കെ അടിസ്ഥാനമാക്കിയാവും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ വായ്പ അനുവദിക്കുക. എന്നാൽ ഭാവി സാഹചര്യങ്ങൾ എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് ആർക്കും കൃത്യമായ അറിവില്ലെന്നാണ് വാസ്തവം. ജോലി നഷ്ടപ്പെടുകയോ ആരോഗ്യ പ്രതിസന്ധി നേരിടുകയോ പോലുള്ള ചില സാമ്പത്തിക വെല്ലുവിളികൾ എപ്പോൾ വേണമെങ്കിലും ഉയർന്നു വരാം. പ്രത്യേകിച്ചും ഹോം ലോണിൻ്റെ ദൈർഘ്യം കണക്കിലെടുക്കുമ്പോൾ ഈ വെല്ലുവിളികൾ ഭവന വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയേക്കാം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹോം ലോൺ ഡിഫോൾട്ട് എന്താണെന്നും ഇതിൻ്റെ പ്രത്യാഘാതം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളുമൊക്കെ വിശദമായി നോക്കാം. എന്താണ് ലോൺ ഡിഫോൾട്ട്? ഒരു നിശ്ചിത കാലയളവിലേക്ക് മുൻകൂറായി തീരുമാനിക്കപ്പെട്ട പ്രതിമാസ EMI വായ്പ നൽകിയ ബാങ്കിലേക്കോ ധനകാര്യ സ്ഥാപനത്തിലേക്കോ അടയ്ക്കുന്നതിൽ പരാജയപ്പെടുന്ന വേളയിലാണ് ഒരു ഹോം ലോൺ ഡിഫോൾട്ട് എന്ന നിലയിലേക്ക് മാറുന്നത്. 1-2 മാസത്തവണ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാലും അധികം വൈകാതെ കുടിശ്ശികയാക്കിയ EMIയും അതിനുള്ള പിഴത്തുകയും അടച്ചു തീർക്കുകയും തുടർന്നു വരുന്ന EMI മുടങ്ങാതിരിക്കാൻ ശ്രദ്ധ പുലർത്തുകയും ചെയ്താൽ സാധാരണഗതിയിൽ കുഴപ്പമൊന്നും നേരിടാറില്ല. എന്നാൽ തുടർച്ചയായി 3 പ്രതിമാസ EMI അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഉപഭോക്താവിൻ്റെ വായ്പയെ നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ NPA ആയി ധനകാര്യ സ്ഥാപനം കണക്കാക്കും. എന്തൊക്കെ തിരിച്ചടികൾ നേരിടാം? ഒരു ഹോം ലോൺ കുടിശ്ശികയായാൽ നിരവധി തിരിച്ചടികളാണ് ഉപഭോക്താവിനെ കാത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം നേരിടുന്ന തിരിച്ചടി ഉപഭോക്താവിൻ്റെ ക്രെഡിറ്റ് സ്കോറിൽ ഉണ്ടാകുന്ന ഇടിവാണ്. കൃത്യമായ രീതിയിൽ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ പുതിയൊരു വായ്പ ലഭിക്കുന്നതിനും ബുദ്ധിമുട്ട് നേരിടാമെന്നതാണ് ദീർഘകാലങ്ങളിലേക്കുള്ള പ്രത്യാഘാതം. അതുപോലെ തിരിച്ചടവ് 90 ദിവസത്തിനകം മുടങ്ങിയാൽ ഉപഭോക്താവിൻ്റെ വായ്പയെ NPA വിഭാഗത്തിലേക്ക് മാറ്റും. ഇതോടെ ജപ്തി ഉൾപ്പെടെയുള്ള റിക്കവറി നടപടികളിലേക്ക് ധനകാര്യ സ്ഥാപനത്തിന് കടക്കാനാകും. 2002 സർഫാസി നിയമപ്രകാരം കുടിശ്ശിക വരുത്തിയ വായ്പ തിരിച്ചുപിടിക്കുന്നതിനായി ബാങ്കിനും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഈടായി വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി ലേലം ചെയ്യാൻ അധികാരം നൽകുന്നു. എന്നിരുന്നാലും വായ്പ തിരിച്ചുപിടിക്കാനുള്ള അവസാനത്തെ ശ്രമമെന്ന നിലയിൽ പ്രോപ്പർട്ടിയുടെ പിടിച്ചെടുക്കലും ലേലത്തിലേക്കുമൊക്കെ ധനകാര്യ സ്ഥാപനങ്ങൾ നീങ്ങാൻ പാടുള്ളൂ. അതിനു മുൻപ് ഹോം ലോൺ എടുത്ത ഉപഭോക്താവിനെ നോട്ടീസ് അയച്ച് ബന്ധപ്പെടാനും ശ്രമിക്കുകയും തിരിച്ചടവ് മുടങ്ങാനുള്ള കാരണം തേടാനും ശ്രമിക്കും. ഇതിനിടയിൽ പിഴ അടയ്ക്കാനും EMI കുടിശ്ശിക തീർക്കാനും അവസരം നൽകാറുണ്ട്. ചെക്ക് ബൗൺസ് ആയിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും. വായ്പ എടുത്തവരുടെ അവകാശങ്ങൾ. പ്രതികൂല സാഹചര്യത്തിൽ വായ്പ മുടങ്ങിയവർക്കും ചില അവകാശങ്ങളും സംരക്ഷണവും ഒക്കെ ലഭ്യമാണ്. ഇതിനായുള്ള വ്യക്തമായ മാർഗ്ഗനിർദ്ദേശം റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് പാലിക്കാൻ രാജ്യത്തെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരുമാണ്. ഇതിൽ ഒന്നാമത്തേത് കുടിശ്ശിക വരുത്തിയ ഉപഭോക്താവിനെ നോട്ടീസ് അയക്കുക എന്നതാണ്. ഇതിൽ വായ്പ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപേ കുടിശ്ശിക തീർക്കുന്നതിനായി 60 ദിവസത്തെ സാവകാശം ഉപഭോക്താവിന് അനുവദിക്കേണ്ടതുണ്ട്. ഇതിനുള്ളിൽ കുടിശ്ശിക തീർക്കാൻ ഉപഭോക്താവിന് കഴിയുന്നില്ലെങ്കിൽ മാത്രമേ ജാമ്യം നൽകിയ പ്രോപ്പർട്ടിയുടെ ലേല നടപടികൾ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ആരംഭിക്കാവൂ. ലേലത്തിന് മുൻപ് അംഗീകൃത വാല്യുവറുടെ മേൽനോട്ടത്തിൽ പ്രോപ്പർട്ടിയുടെ മൂല്യനിർണ്ണയം നടത്തണം. ധനകാര്യ സ്ഥാപനങ്ങൾ ഏകപക്ഷീയമായി വില നിശ്ചയിക്കരുത്. മൂല്യനിർണ്ണയം മാന്യമായ രീതിയിലായിരിക്കണം നടത്തേണ്ടത്. പ്രോപ്പർട്ടിക്ക് വിലയിട്ടത് കുറവാണെന്ന് തോന്നിയാൽ മേലധികാരികളെ പരാതി അറിയിക്കാൻ ഉപഭോക്താവിന് അവകാശമുണ്ട്. ലേലത്തിൽ നിന്നും വായ്പാ കുടിശ്ശികകളും അധിക തുക ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഉപഭോക്താവിന് കൈമാറേണ്ടതാണ്. അതുപോലെ വായ്പ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ മാന്യമായ രീതിയിൽ പൂർത്തിയാക്കണമെന്നും RBI നിഷ്കർഷിച്ചിട്ടുണ്ട്. കുടിശ്ശിക വരുത്തിയതിൻ്റെ പേരിൽ ഉപഭോക്താവിനെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത്. അസമയത്ത് വിളിക്കുക, റിക്കവറി ഏജൻറ്റുമാരെ വീട്ടിലേക്ക് അയച്ച് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ നടപടികളൊക്കെ ധനകാര്യ സ്ഥാപനങ്ങൾ ഒഴിവാക്കണം. റിക്കവറി നടപടികൾക്കായി ഒരു നിയുക്ത സ്ഥലത്തേക്ക് ഉപഭോക്താവിനെ വിളിച്ച ശേഷം സഹകരിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഏജൻറ്റുമാരെ ഉപഭോക്താവിൻ്റെ വീട്ടിലേക്ക് അയക്കാവൂ എന്നും RBI നിഷ്കർഷിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.